കണ്ണൂരിൽ ക്വാറി ക്രഷർ ഉടമകൾ നാളെ മുതൽ സമരം പ്രഖ്യാപിച്ചതോടെ ദേശീയപാത നിർമ്മാണവും പ്രതിസന്ധിയിലേക്ക്. വില വർധനവ് ആരോപിച്ച് കരിങ്കൽ ഉൽപ്പന്നങ്ങളുമായി പോകുന്ന ലോറികൾ തടയുന്നതിലും ആക്രമിക്കുന്നതിലും പ്രതിഷേധിച്ചാണ് സമരം. ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇടപെട്ടിട്ടും വില കുറയ്ക്കുന്നില്ല എന്നാരോപിച്ചാണ് പാനൂർ മേഖലയിൽ ക്വാറികൾക്കും ക്രഷറുകൾക്കും എതിരെ പ്രതിഷേധം തുടരുന്നത്. കണ്ണൂരിൽ ക്വാറി ഉൽപ്പന്നങ്ങളുടെ വിലയുമായി ബന്ധപ്പെട്ട തർക്കം തുടങ്ങിയിട്ട് മാസങ്ങളായി. ജില്ലാ കളക്ടറും ADM-ഉം ലേബർ ഓഫീസറും അടക്കം ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ചകൾ നടന്നു. ട്രേഡ് യൂണിയനുകളും പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചു. എന്നാൽ സമരമുഖം ഇപ്പോഴും പ്രക്ഷുബ്ധം തന്നെ. ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് അനധികൃതമായി വില വർദ്ധിപ്പിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു പാനൂർ മേഖലയിൽ പ്രതിഷേധങ്ങളുടെ തുടക്കം. ക്വാറികളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വാഹനങ്ങൾ തടഞ്ഞുവെച്ചു. പലയിടത്തും വാഹനങ്ങൾ ആക്രമിക്കപ്പെട്ടു. പ്രശ്നം രൂക്ഷമായതോടെ ചർച്ചകൾ ആരംഭിച്ചു. ഉടമകൾ വർദ്ധിപ്പിച്ച വിലയിൽ ന്യായമായ കുറവ് വരുത്തി സമരം അവസാനിപ്പിക്കാൻ ധാരണയായി. ഞങ്ങൾ ADM-ഉമായിട്ട് ഒരു മീറ്റിംഗ് നടത്തിയായിരുന്നു. ADM ഞങ്ങൾ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് ഞങ്ങൾ കൂട്ടിയ വിലയിൽ നിന്ന് ₹1 കുറക്കാൻ തയ്യാറായി. അത് ഞങ്ങളെ എല്ലാ സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിച്ചിട്ടുമുണ്ട് ആ വിഷയം. പക്ഷെ അതിനുശേഷവും ഇത് തുടർന്നപ്പോൾ തലശ്ശേരി RDO അവർ ഒരു മീറ്റിംഗ് നടത്തി. ആ മീറ്റിങ്ങിൽ അദ്ദേഹം കൃത്യമായിട്ട് മിനിറ്റ്സ് ഇറക്കി. ഈ പെർമിറ്റ് ലോഡിന് ഈ ₹4 വർധനവ് എന്നുള്ളത് നടപ്പിലാക്കിക്കൊണ്ടുള്ള മിനിറ്റ്സ് ഇറക്കി. അതും ഈ പാനൂർ ഏരിയയിലുള്ളവർ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. ചർച്ചയിലെ നിർദ്ദേശങ്ങൾ ക്വാറി ഉടമകൾ അട്ടിമറിച്ചെന്നാണ് പ്രതിഷേധിക്കുന്നവരുടെ ആരോപണം. ഇതോടെ ക്വാറികളിൽ നിന്നുള്ള ലോറികൾ തടയുന്നത് തുടരുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് പൂർണ്ണമായും അവസാനിപ്പിക്കാൻ ക്വാറി ഉടമകൾ തീരുമാനിച്ചത്. നാളെ സൂചനാ സമരം നടത്തും. അനിശ്ചിതകാല സമരത്തിലേക്ക് കടന്നാൽ ജില്ലയിലെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളെയും ഇത് സാരമായി ബാധിക്കുമെങ്കിലും ഏറ്റവും ഗുരുതരമായി ബാധിക്കുക ദേശീയപാത നിർമ്മാണത്തെയാണ്. അതിവേഗം പുരോഗമിക്കുന്ന ദേശീയപാത നിർമ്മാണത്തിന് ഒരു മാസം ആവശ്യമായി വരുന്നത് 10,000 ടൺ കരിങ്കൽ ഉൽപ്പന്നങ്ങളാണ്. നിലവിൽ ജില്ലയിൽ നിന്ന് ലഭിക്കുന്നത് പരമാവധി 3,000 ടൺ മാത്രവും. ഇതുകൂടി നിലച്ചാൽ ദേശീയപാത പ്രവൃത്തി പൂർണ്ണമായും നിർത്തേണ്ടിവരുമെന്ന് നിർമ്മാണ കമ്പനിയായ വിശ്വസമുദ്രയുടെ വൈസ് പ്രസിഡന്റ് തുളസീധരൻ പറയുന്നു. ഈ കഴിഞ്ഞ 6 മാസത്തെ പീരീഡിൽ ഞങ്ങൾക്ക് ഒരു മാസം വേണ്ട റിക്വയർമെന്റ് പാറ, മെറ്റൽ, പാറപ്പൊടി, സാൻഡ് എന്ന് വെച്ചാൽ മാനുഫാക്ചേർഡ് സാൻഡ്, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ് ഒരു 10,000 ടണ്ണാണ്. പക്ഷേ ഇതേ സമയത്ത് തന്നെയാണ് ചുറ്റുമുള്ള കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ലോക്കൽ ആൾക്കാരുടെ എല്ലാ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഈ സമയത്താണ്. അവിടെ നല്ല ഡിമാൻഡ് ഉണ്ടായതുകൊണ്ട് ഈ മാനുഫാക്ചറേഴ്സ് എന്ന് വെച്ചാൽ ക്രഷർ ഉള്ളവരൊക്കെ അവർ കൂടുതലും ലോക്കൽസിന് കൊടുത്തിട്ടായിരിക്കും നമുക്ക് തരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ദിവസം കിട്ടുന്ന പരമാവധി 3,000 ടണ്ണാണ്. നമ്മുടെ റിക്വയർമെൻറ്റ് 10,000 ടൺ. അപ്പം ഞങ്ങളുടെ വർക്ക് അതിനനുസരിച്ച് ലാഗ് ചെയ്യുന്നുണ്ട്. ക്രഷർ ഓപ്പറേറ്റേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഇതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ എല്ലാവരും സപ്ലൈ ചെയ്യും. എപ്പോഴാണ്? ജൂൺ തൊട്ട് ഡിസംബർ വരെ സപ്ലൈ ചെയ്യും. പക്ഷെ നമുക്ക് അന്നേരം പ്രയോജനമില്ല. പണി നടക്കേണ്ട സമയത്ത് സാധനം പ്ലെൻറ്റി ആവണം, എങ്കിലേ പ്രോഗ്രസ് ഉണ്ടാവും. മഴക്കാലം വരുന്നതോടെ നിർമ്മാണം വീണ്ടും നിലയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. മഴയ്ക്ക് മുന്നേ വീടുകളുടെ നിർമ്മാണം ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടവരും പ്രതിസന്ധിയിലാകും. ന്യൂസ് മലയാളം, കണ്ണൂർ.